നമ്മള് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ചെയ്തപ്പോ ഒത്തിരി പേര് വന്ന് ചോദിക്കുകയുണ്ടായി നമ്മുടെ വിളിയെപ്പറ്റി, ദൈവവിളിയെപ്പറ്റി. അപ്പോൾ ചേട്ടായി ഇങ്ങനെ എൻജിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ് ജോലിക്ക് പോയിക്കൊണ്ടിരിക്കല്ലായിരുന്നു. 25 വർഷം ഇങ്ങനെ വീട്ടിലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ചേട്ടായിക്ക് ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവേ, സെമിനാരിയിൽ പോകണം, അച്ഛനാവണം എന്നൊക്കെ ഒരു തീരുമാനത്തിലെത്താനും ഒക്കെ ആ ഉണ്ടായ ഒരു കാരണത്തെ പറ്റിയൊക്കെ ഒരു എല്ലാവർക്കും അറിഞ്ഞാൽ കൊള്ളാം എന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാമോ? തീർച്ചയായും. വന്നു GHS PG ഹൈസ്കൂൾ. അപ്പോൾ എൻ്റെ 10ാം ക്ലാസ് വരെയുള്ള പഠനം അവിടെയായിരുന്നു. നമ്മൾ അങ്ങനെ വലിയ പഠിപ്പിച്ചിട്ടൊന്നുമല്ല, ആവറേജ് ആയിട്ട് പഠിച്ച് നടന്ന ഒരു കുട്ടി, ആവറേജ് സ്റ്റുഡൻ്റാണ്. അപ്പോൾ 1989 ബാച്ചിലാണ് ഞാൻ SSLC എഴുതി PG സ്കൂളിൽ നിന്ന് പുറത്ത് കിടക്കണം. ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഈ പഠിക്കുകയും കാര്യങ്ങൾക്കൊക്കെ പോവാണ്ട് നമുക്ക് അന്ന് ഞങ്ങളുടെ ഒരു കർഷക കുടുംബമാണ്. അപ്പോൾ അപ്പന് കൃഷിപ്പണിയാണ്. ഞാൻ വിചാരിച്ചു ഈ കൃഷിപ്പണിക്ക് അധികം എഡ്യൂക്കേഷനും പഠിപ്പൊന്നും വേണ്ടല്ലോ, പ്രത്യേക കോഴ്സൊന്നും വേണ്ട. അപ്പം ഞാൻ അപ്പൻ്റെ ഒപ്പം കൃഷിപ്പണിക്ക് അപ്പനെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു വർഷത്തോളം അപ്പൻ്റെ ഒപ്പം കൃഷിപ്പണിക്ക് കൂടി. അങ്ങനെ അപ്പൻ്റെ ഒപ്പമൊക്കെ പറമ്പിലും കണ്ടത്തിൽ പിന്നെ കൃഷി ഇങ്ങനെയൊക്കെ ആയിട്ട് നടന്നു. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ചേട്ടന്മാർ അന്ന് ആർമിയിലാണ്. അപ്പോൾ അവർ ലീവിന് വന്നപ്പോൾ അവർ പറഞ്ഞു, ഇപ്പോൾ ഷാജു നീ ചെയ്യണത് കുഴപ്പമില്ല ഇപ്പോഴത്തെ ഒരവസ്ഥ, പക്ഷേ ഭാവിയിൽ ഒരു ഉത്തരവാദിത്തം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പിന്നെ ആ സമയത്ത് നീ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതിനേക്കാളും നല്ലത് ഈ കൃഷിപ്പണിയും കാര്യങ്ങളൊക്കെ വേണ്ടെന്നല്ല പറഞ്ഞത്, എന്നാലും അതിൻ്റെ ഒപ്പം തന്നെ നീ തുടർന്ന് പഠിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ 2 കൊല്ലം PDC പഠിക്കാനായിട്ട് പ്രൈവറ്റ്. അന്ന് ഈ ട്യൂട്ടോറിയൽ ഉണ്ടല്ലോ, ഇന്നത്തെ പോലത്തെ +1 +2 അല്ല, അന്ന് ഈ പ്രീ ഡിഗ്രിയാണ് PDC. അപ്പോൾ ആ 2 കൊല്ലം, ഒരു വർഷം പട്ടിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ പോയി 1 കൊല്ലം പഠിച്ചു. പിന്നെ 2ാമത്തെ കൊല്ലം ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒമേഗ കോളേജ് എന്ന് പറഞ്ഞിട്ട് അവിടേക്ക്, അങ്ങനെ 2 കൊല്ലം PDC. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അപ്പോൾ ചേട്ടൻ പറഞ്ഞെന്താ വെച്ചാൽ PDC പാസ്സാവുകയാണെങ്കിൽ നിന്നെ മിലിറ്ററിയിൽ റെക്കമെൻഡ് ചെയ്ത് കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരപ്പോൾ മിലിറ്ററിയിൽ കൊണ്ടുപോകേണ്ട കാര്യത്തിനെ പറ്റി ചേട്ടന്മാർ പറഞ്ഞപ്പോൾ അന്ന് അമ്മ ഇങ്ങനെ ഭയങ്കര ഒരു വിഷമമായി. എല്ലാവരും ചേട്ടന്മാരൊക്കെ മിലിറ്ററിയിൽ നിന്നൊക്കെ വരുമ്പോൾ, ലീവിന് വരുമ്പോൾ പലതരത്തിലുള്ള കഥകൾ പറയാറുണ്ട്, അവിടെ മിലിറ്ററിയിലൊക്കെയുള്ള കഷ്ടപ്പാട്, അവിടുത്തെ ട്രെയിനിങ് ഇതൊക്കെ. അപ്പോൾ അമ്മ ഇങ്ങനെ ഭയങ്കര എന്നെ ഇനി ഒരു മോനെയും കൂടി മിലിറ്ററിയിൽ ആർമിയിൽ വിടണ്ടേ, ഈ ഭയങ്കര കടുത്ത ട്രെയിനിങ്ങൊക്കെയാണ് അവിടെ തുടക്കത്തിലൊക്കെ. അപ്പോൾ പിന്നെ അവരുടെ കഥകളും ഇതൊക്കെ കേട്ടിട്ട്, അവിടുത്തെ പ്രയാസങ്ങളൊക്കെ കേട്ടിട്ട് അങ്ങനെ അമ്മയ്ക്കൊരു വിഷമമായി. അപ്പോൾ അപ്പനും മറ്റുള്ളവർ ഒക്കെ കൂടി പറഞ്ഞു, എന്നാൽ ഒരാളെന്നാൽ ഗൾഫിലേക്ക് പോവാം, 2 ആളിപ്പോൾ ആർമിയിൽ പോകാമല്ലോ, അപ്പോൾ ഗൾഫിൽ പോവാം. അപ്പോൾ ഗൾഫിൽ വെറുതെ പോകാൻ പറ്റില്ലല്ലോ, നമുക്ക് എന്തെങ്കിലും ഒരു ട്രേഡ് അറിഞ്ഞിരിക്കണല്ലോ. അപ്പോൾ എന്നാൽ ഒരു കാര്യം ചെയ്യും, എൻജിനീയറിങ്ങിന് പൊക്കമെന്ന് പറഞ്ഞിട്ട് ഞാനപ്പോൾ അടുത്ത 2 വർഷം ഒരു ഡിപ്ലോമ കോഴ്സാണ് ഇലക്ട്രിക്കൽ എൻജിനീയറിങ്ങിന് പോയി. അത് തൃശ്ശൂർ അടുത്തന്നെ വിക്ടറി ITC എന്ന് പറഞ്ഞ തൃശ്ശൂർ ആണ്, വെല്ലൂർക്കരയും തൃശ്ശൂരൊക്കെ ആയിട്ടായിരുന്നു അതിൻ്റെ സെൻറ്റർ. അവിടെ പോയി ഞാൻ 2 വർഷം ഇലക്ട്രിക്കൽ എൻജിനീയറിങ് ഡിപ്ലോമ അത് പഠിച്ചു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് നമുക്ക് ലൈസൻസൊക്കെ എടുത്താലാണ് ഈ ഇലക്ട്രിക്കലും വയറിങ്ങും അതുപോലെ റെസിഡൻഷ്യൽ വയറിങ്ങും അതുപോലെ പ്ലംബിങ്ങൊക്കെ ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ അത് ആ ലൈസൻസ് എടുക്കണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു കോൺട്രാക്ടറിൻ്റെ അണ്ടറിൽ അപ്രന്റീസ്ഷിപ്പ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു കോൺട്രാക്ടർ അണ്ടറിൽ 1 വർഷം ഞാൻ ജോലി ചെയ്തു. ഇലക്ട്രിക്കൽ വയറിങ്, ഹൗസ് വയറിങ് ഒക്കെ ഇല്ലേ, പ്ലംബിങ് അതൊക്കെ ചെയ്തു. അവിടെ തന്നെ നമ്മുടെ തന്നെ തൃശ്ശൂർ ഇങ്ങനെ കുറുക്കഞ്ചേരി ആ പ്രദേശങ്ങളിലൊക്കെ പോയിട്ട് അങ്ങനെ 1 കൊല്ലം ആ കോൺട്രാക്ടറുടെ അണ്ടറിൽ ഇതാക്കി. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ആയി, ആ വർക്കൊക്കെ നമുക്ക് സ്വയം ചെയ്യാം എന്നുള്ളൊരിത്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ അന്ന് ഞങ്ങളുടെ വീടുണ്ടായിരുന്ന സ്ഥലത്ത് ഇലക്ട്രിസിറ്റി കണക്ഷൻ എത്തിയിട്ടില്ല, ഒക്കെ മണ്ണെണ്ണ വിളക്കാണ്. ഈ 92 കാര്യമാണ് പറഞ്ഞത്, മണ്ണെണ്ണ വിളക്ക്. അപ്പോൾ ഈ മിനിമം ഗ്യാരണ്ടി ബേസിൽ അന്ന് 10-25
വീടുകൾ ഞങ്ങളുടെ ആ പ്രദേശത്തുള്ള 10-25 വീടുകളുണ്ടായിരുന്നു. ആ വീടുകൾക്കൊക്കെ കണക്ഷൻ തരാമെന്ന് അങ്ങനെ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് ഗവൺമെൻറ്റിൽ നിന്നൊക്കെ ഒരു ഇത് അങ്ങനെ പാസ്സായപ്പോൾ അവിടുത്തെ ആൾക്കാരൊക്കെ കൂടി പറഞ്ഞു. അപ്പോൾ ഷാജു ഇത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറൊക്കെ കഴിഞ്ഞപ്പോൾ പരിചയം ഉണ്ടല്ലോ, വർക്ക് ചെയ്ത് പരിചയമുണ്ട്. അപ്പോൾ നമുക്ക് എനിക്കാണെന്ന് വെച്ചാൽ അധികം മറ്റുള്ള ഇലക്ട്രീഷ്യന്മാർക്ക് കൊടുക്കേണ്ട അത്ര ഇതും തരണ്ടല്ലോ പൈസ. അപ്പം അങ്ങനെയാണ് അവരൊക്കെ പറഞ്ഞിട്ട് ഞാൻ അന്ന് 10-25 വീടുകൾ ഈ വയറിങ്ങും പ്ലംബിങ്ങും ഒക്കെ ആയിട്ട് നമ്മുടെ തന്നെ ആ പ്രദേശത്ത് ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പുറത്തും ജോലിക്ക് പോകും. അപ്പോൾ അതൊക്കെ ചെയ്ത് പിന്നെ അങ്ങനെ തൃശ്ശൂർ അങ്ങനെയൊക്കെ ആയിട്ട് പ്ലംബിങ്ങും വയറിങ്ങും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്ന സമയമാണ്. അപ്പോൾ നോക്കുമ്പോൾ 10-24 വയസ്സായി. ജോലി ചെയ്യണം, എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ജോലിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകണം. അപ്പോൾ നമുക്ക് വീട്ടിൽ എന്ന് പറഞ്ഞാൽ അപ്പനും അമ്മയും എൻ്റെ അപ്പനും അമ്മയും കർഷകരാണ്. ഒരു പാവപ്പെട്ട കുടുംബമായിരുന്നു നമ്മുടെ ഫാമിലി. അപ്പോൾ 10 മക്കൾ, ഞങ്ങൾ 5 ചേച്ചിമാർ, സിസ്റ്റേഴ്സ് 5 പേര്, അത് കഴിഞ്ഞ് ഞങ്ങൾ 5 ആൺമക്കൾ, അങ്ങനെ 10 പേരാണ്. അപ്പോൾ ഈ ഞാനാണെങ്കിൽ ഇവരൊക്കെ ഈ ഒരു ഞങ്ങളുടെ നല്ലൊരു കാത്തലിക് ഫാമിലിയാണ്. അമ്മ മാതൃസംഘത്തിൽ പ്രസിഡന്റ്, അപ്പൻ പള്ളിയിൽ ട്രസ്റ്റി, എൻ്റെ ചേച്ചിമാർ 2 കാറ്റഗിസം ടീച്ചേഴ്സാണ്. 12-13 കൊല്ലം അവർ കാറ്റഗിസം പഠിപ്പിച്ചായിരുന്നു പീച്ചിയിൽ ഉറുദുമാത ചർച്ചിൽ. പിന്നെ അനിയന്മാരായാലും ചേട്ടന്മാരായാലും CLC അങ്ങനെയുള്ള സംഘടനകളിലൊക്കെ ചേർന്ന് പ്രവർത്തിക്കാം. അപ്പം ഞാനാണെങ്കിൽ ഈ പള്ളിയിൽ പോവുക അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും നമുക്ക് വലിയ താല്പര്യമില്ല. കണ്ടിങ്ങനെ നടക്കണ ഇതാണ്. നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും എനിക്കൊരു ടൂൾസ് ബാഗ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ജോലിക്ക് പോവുക, വൈകിട്ട് വരിക, ഇങ്ങനെയുള്ള ഒരു ഇതാണ്. ഇപ്പം ഈ 4ാമത്തെ പെങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 5-6 മാസമായിട്ടുണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. അപ്പോഴേക്കും 4ാമത്തെ പെങ്ങൾക്ക് ഈ റുമാറ്റിസ് എന്ന് പറഞ്ഞിട്ട് ഒരു അത് കിട്ടി. അപ്പോൾ ആ അസുഖം കിട്ടിയപ്പോൾ ആദ്യമൊക്കെ ഞങ്ങൾ ചികിത്സയൊക്കെ ചെയ്തു, ഒരുപാട് ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി, ആയുർവേദം എല്ലാതും ചെയ്തു. പക്ഷെ അതിൽ നിന്നൊരു ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലാണ്ടായപ്പോൾ പിന്നെ ഈ പെങ്ങളുടെ അളിയൻ ഭർത്താവ് ആളെയും കൊണ്ട് ഇങ്ങനെ ധ്യാനത്തിനൊക്കെ പോവും. ഓരോ കോട്ടയ, മുരുങ്ങൂര്, ജെറുസലം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ധ്യാനത്തിന് പോകും. അപ്പോൾ ഈ ധ്യാനത്തിനൊക്കെ പോയിട്ട് വരുന്ന സമയത്ത് ഈ പെങ്ങളിങ്ങനെ അവിടെ ഉണ്ടായ ഓരോരോ അത്ഭുതങ്ങൾ ഒക്കെ പറയും. അപ്പം അത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ 96 1996 അപ്പം അന്ന് എനിക്ക് ഏകദേശം 24 വയസ്സുണ്ട്. ഈ ഒരാഴ്ചത്തെ ധ്യാനം കഴിഞ്ഞിട്ട് കോട്ടയിൽ ഒരാഴ്ചത്തെ ധ്യാനം കഴിഞ്ഞിട്ട് പെങ്ങളും അളിയനും കൂടി വീട്ടിൽ വന്ന സമയമാണ്. ഒരു സെപ്റ്റംബർ 5-ാം തീയതിയാണ് അത്, 1996 സെപ്റ്റംബർ 5-ാം തീയതി. അതൊക്കെ ഓർമ്മയുണ്ട്, കാരണം എനിക്ക് ആ ഒരു അനുഭവം അതിൽ നിന്നാണല്ലോ ഞാൻ സെമിനാരിയിൽ പോയതും അങ്ങനെ ഒരു തീരുമാനം എടുത്തതും അച്ഛനാവാനൊക്കെ പോയത്. അത് കാരണം കൊണ്ട് ആ ഡേറ്റ് എനിക്ക് നല്ലോണം ഓർമ്മയുണ്ട്. അപ്പോൾ നമ്മളുടെ വിളിയിലെ ഒരു ഇതാണ് ഞാൻ പറയുന്നത്. അപ്പം ഈ പെങ്ങളും അളിയനും കൂടി വീട്ടിൽ വന്നിട്ട് അന്ന് വൈകിട്ട് ഞങ്ങൾ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയുണ്ട് കൊന്ത വീട്ടിൽ. അപ്പോൾ ഈ കുടുംബ പ്രാർത്ഥനയ്ക്ക് മുമ്പ് കുറച്ച് നേരം എല്ലാവരും കൂടി ഇരുന്ന് വട്ടം കൂടി ഇരുന്ന് വർത്താനൊക്കെ പറയും. അപ്പം അന്ന് വീട്ടിൽ എല്ലാവരും ഉണ്ട്, അപ്പനും അമ്മയും ഇവർ വന്നവരുണ്ട്, താഴെയുള്ള പെങ്ങളുണ്ട്, ഞാനുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ധ്യാനത്തിന് പോയ കാര്യങ്ങളൊക്കെ പെങ്ങളിങ്ങനെ ഷെയർ ചെയ്യാണ്. അവിടെ അത്ഭുതങ്ങൾ, അവിടെ മുഴ മാറി, ജന്മന ഒരു കാലൊക്കെ വയ്യാത്ത ആൾ എനിക്ക് നടന്നു, ഓരോരോ അസുഖങ്ങൾ മാറി, പ്രാർത്ഥനേൻ്റെ നേരത്തെ അഭിഷേകം ഉണ്ട്, ഇങ്ങനെ പലതരത്തിലുള്ള ഇതുകൾ പറയും. അപ്പം ഞാൻ പെങ്ങളോട് ചോദിച്ചേ, പലർക്കും പല അത്ഭുതങ്ങളും നടക്കുകയും അസുഖം മാറുകയൊക്കെ ചെയ്തു, പെങ്ങൾക്ക് എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായില്ല എന്ന് ചോദിച്ചപ്പോൾ ആള് പറഞ്ഞു എനിക്ക് അങ്ങനെയുള്ള ഒരു അനുഭവമൊന്നുമില്ല. ആളുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓരോ ധ്യാനത്തിൽ പോയിട്ട് വരും, അപ്പോൾ ആ ഒരു മാസം ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഈ മുട്ട് മടക്കാൻ പറ്റില്ല, സന്ധികളൊന്നും മടങ്ങില്ല. ഇങ്ങനെ കിടക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നേരം കിടന്നാൽ ശരീരം സ്റ്റിഫാവും, പിന്നെ അങ്ങനെ നമ്മൾ അങ്ങനെ മറിഞ്ഞ് മൊത്തം ആയിട്ട് ശരീരം മൊത്തം അറിയണം, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ ടോയ്ലറ്റിലൊക്കെ പോകുമ്പോൾ അല്ലല്ല സഹായം പോവും, പക്ഷെ ഇരിക്കാൻ പറ്റില്ല, മുട്ട് മടങ്ങില്ല, 2 മുട്ടും മടങ്ങില്ല. അങ്ങനെയൊക്കെയുള്ളൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണ്. അപ്പം ഞാൻ പറഞ്ഞേ അപ്പം എൻ്റെ ഉള്ളൊരു വിശ്വാസം വെച്ച് ഞാൻ പറഞ്ഞല്ലോ, പള്ളിയിൽ പോകാറില്ല, അങ്ങനെ ഇങ്ങനെയുള്ള ഈ
ഇതൊന്നും നമുക്കധികമില്ല. ജോലി ചെയ്യുക, ജീവിക്കുക, അങ്ങനെയുള്ളൊരിതാണ്. പക്ഷേ എൻ്റെ മനസ്സിലുണ്ട് ദൈവം ഉണ്ട്, എല്ലായിടത്തും ഉണ്ട് എന്നുള്ളൊരു ഇതുണ്ട്. അപ്പം ഞാൻ പെങ്ങളോട് പറയണത് എന്താണെന്ന് വെച്ചാൽ, ഈ പോട്ടയിലും മുരുങ്ങനും ധ്യാന കേന്ദ്രങ്ങളിലും പള്ളിയിലും മാത്രമല്ല ദൈവം എല്ലായിടത്തും ഉണ്ട്. അപ്പം ഇന്ന് പെങ്ങളൊരു കാര്യം ചെയ്യും, മുട്ടും വന്നിട്ട് ലുത്തിനേരെ സമയത്ത് ഇവിടെ നിന്നിട്ട് ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ. പെങ്ങളുടെ വയ്യായിയൊക്കെ ദൈവം മാറ്റി തരുമെന്ന് പറഞ്ഞു. ഇത് ഞാൻ നമ്മുടെ ഉള്ളിലുള്ള ഒരു വിശ്വാസം വെച്ചിട്ടാണ് പറഞ്ഞത്. നമുക്ക് അതുവരെ ഒരു ദൈവാനുഭവം എന്ന് പറഞ്ഞത് ഇല്ല. എല്ലാവരും ക്രിസ്തീയ കുടുംബം, എല്ലാവരും പള്ളിയിൽ പോകുന്നുണ്ട്, അത് ദൈവം ഉണ്ടെന്ന് പറയുന്നുണ്ടെന്നുള്ള ഇതല്ലാണ്ട് നമുക്കൊരു പേഴ്സണലായിട്ടൊരു എക്സ്പീരിയൻസ് അതുവരെ ഇല്ല. ഇത് ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ ദൈവം എല്ലായിടത്തും ഉണ്ട്, ഇവിടെ പ്രാർത്ഥിക്കും, മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു പറഞ്ഞപ്പോൾ അപ്പനടക്കം എല്ലാവരും പറഞ്ഞ് എന്നെ കളിയാക്കി. എടാ നീ എന്തിട്ടടാ ഈ പറയണേ, മുട്ടുമടങ്ങാത്ത ആളോടാണോ നീ മുട്ടും വന്നിട്ട് പ്രാർത്ഥിക്കാൻ പറയണത്? അവൾക്ക് മുട്ടുമടക്കില്ല എന്ന് നിനക്ക് അറിഞ്ഞുകൂടെയിരുന്നു. അപ്പം എല്ലാവരും കൂടി ചിരിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ എനിക്കൊരു മിക്സഡ് ഫീലിംഗ് ആണ് എനിക്ക് വന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ഇവരൊക്കെ കൂടി കളിയാക്കുക ഇതൊക്കെ ചെയ്തപ്പോൾ എനിക്ക് പിന്നെ ഞാൻ പറയണത്, ദൈവമേ ഞാൻ എൻ്റെ ഉള്ള വിശ്വാസം വെച്ചിട്ട് പറയാം, നീ എത്രയോ ആളുകൾക്ക് അത്ഭുതം നടത്തുകയും രോഗശാന്തി കൊടുക്കുകയും അസുഖം മാറ്റുകയും ചെയ്യണു. എൻ്റെ പെങ്ങൾ എത്ര നാളായി ഇങ്ങനെ കരഞ്ഞ് നിലവിളിച്ച് ധ്യാന കേന്ദ്രങ്ങളിലും പ്രാർത്ഥനയും ഇതൊക്കെ ആയിട്ട് ചികിത്സയ്ക്കായിട്ട് നടക്കണു. നീ ഇവിടെ അപ്പോൾ ഇവർ എന്നെ ഒരു മിക്സഡ് ഫീലിംഗ് എനിക്കുണ്ട്. അപ്പം ഞാൻ പിന്നെ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, നീ ഇവിടെ ഒരു അത്ഭുതം പ്രവർത്തിച്ചിട്ട് എൻ്റെ പെങ്ങളുടെ വയ്യായ അസുഖം മാറ്റണം. ആ മാറ്റുമ്പോൾ പെങ്ങളുടെ വയ്യായി മാറും, ഇവർക്കൊക്കെ ദൈവം എല്ലായിടത്തും ഉണ്ടെന്നുള്ളതൊരു ബോധ്യമാവുകയും ചെയ്യും. അതിനായിട്ടാണ് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചത്. അങ്ങനെ 5ാമത്തെ പെങ്ങള് ആണ് അന്ന് കൊന്ത ലീഡ് ചെയ്യുന്നത്. അപ്പോൾ കൊന്ത തുടങ്ങി. പെങ്ങള് കൊന്ത തുടങ്ങിയപ്പോൾ എനിക്ക് ഈ കൊന്തയിലും പ്രാർത്ഥനയിലും ഒന്നും എനിക്ക് ശ്രദ്ധയില്ല. ഞാൻ ഈ ഒരു ഒറ്റ പ്രാർത്ഥനയാണ്, നീ ദൈവമേ നീ ഒരു അത്ഭുതം പ്രവർത്തിച്ചിട്ട് എൻ്റെ പെങ്ങളുടെ വയ്യായ മാറ്റുക, ഇവർക്കൊക്കെ ഒരു വിശ്വാസമാവുക, ഇവർക്കൊക്കെ ഒരു അനുഭവമാവുക. എന്ത് ദൈവം എല്ലായിടത്തും ഉണ്ട്, പള്ളിയിലും ആരാധനാലയങ്ങളിലും ധ്യാന കേന്ദ്രങ്ങളിലും മാത്രമല്ല ദൈവം എല്ലായിടത്തും ഉണ്ട് എന്നുള്ളത് ഇവർക്കൊക്കെ ഒരു. അപ്പം ഞാനിങ്ങനെ കണ്ണടച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക. അപ്പം അങ്ങനെ കൊന്ത ലുത്തിനേരെ സമയമായി. ആ സമയമായപ്പോൾ എന്താ ഉണ്ടാവണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പെങ്ങള് മുട്ടുമടങ്ങാത്ത പെങ്ങളാന്ന് ഓർക്കണം, വിറച്ച് മുട്ടുമേ നിന്നു. മുട്ടുമെന്നപ്പോൾ അളിയന് ഭയങ്കര ഒരു ആശ്ചര്യം തോന്നി, ഇതെന്താ ഈ സംഭവം. അപ്പോൾ അളിയൻ തോന്നിയിട്ട് ആള് 2 മെഴുകുതിരിയൊക്കെ കത്തിച്ച് അവിടെ രൂപക്കൂടിൻ്റെ അവിടെ കൊണ്ട് കത്തിച്ചു വെച്ചു. അപ്പം ഞാനിത് കണ്ടപ്പോൾ ദൈവമേ, എൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, എൻ്റെ പ്രാർത്ഥന നീ കേട്ടു, നീ ഇപ്പം എൻ്റെ പെങ്ങളേനെ വയ്യായ സുഖപ്പെടുത്താനേ പോണെന്നുള്ള രീതിയിൽ ഞാൻ കൂടുതൽ ആത്മാർത്ഥമായിട്ട് ആഴമായിട്ട് തീഷ്ണമായിട്ട് ഞാൻ ഇങ്ങനെ, പുറത്തേക്കൊന്നും പ്രാർത്ഥനയില്ല, ഉള്ളിൽ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നമുക്ക് എനിക്കുണ്ടായ ആ ഒരു അനുഭവത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വാക്കുകളില്ല. ഇപ്പം ഇത് ശ്രവിക്കുന്ന ആൾക്കാരുണ്ട്, അവരോടൊന്ന് വാക്കുകളിൽ പറഞ്ഞാൽ എനിക്കത് പറഞ്ഞ് അത് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ദൈവാനുഭവമാണ് എനിക്ക് ആ സമയത്തുണ്ടായത്. എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു എക്സ്റ്റസി എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സമാധാനവും സന്തോഷവും ഒക്കെ എന്നിൽ വന്ന് നിറഞ്ഞു. അത് ഈ തലേര ഇവിടെ നമ്മൾ ഈ തലേര ഈ ഭാഗമല്ലേ, സെൻറ്റർ ഭാഗത്തു നിന്നാണ് എനിക്ക് ഇങ്ങനെ പിരി എന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ അങ്ങോട്ട് ഇറങ്ങി ഈ ശരീരത്തിൽ ഇങ്ങനെ ഈ കാലിൻ്റെ പെരുവിരൽ വരെ ഈ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഒരു ഫീലിങ് എന്ന് പറഞ്ഞാൽ അതെന്താണ്, തണുപ്പാണോ, അത് ഒരു വിറയലാണോ, ഷിവറിങ് ആണോ, അതൊരു ഷോക്ക് പോലെ ഒരു വൈബ്രേഷൻ, അടുത്തൊരു അത് എൻ്റെ നട്ടലൊക്കെ കേടുന്ന് ഇങ്ങനെ വിറച്ചു, ഒരു വല്ലാത്തൊരു വൈബ്രേഷൻ. പിന്നെ നമുക്ക് ഉള്ളിലാണെങ്കിൽ വളരെ തണുപ്പും ശാന്തിയും സമാധാനവും സന്തോഷവും ഒക്കെ ഒറ്റ കട്ട കുത്തി നമ്മളിങ്ങനെ അനുഭവിക്കുകയാണ്. പിന്നെ നാവ് എൻ്റെ വായിൽ നിറച്ച് നാവ് വന്ന് നീര് വെച്ചാൽ നമ്മൾക്ക് നാവ് എങ്ങനെയാണ് ഇങ്ങനെ നാവ് വായിൽ നിറഞ്ഞ പോലെ ഇതായി എൻ്റെ നട്ടല് കിടന്ന് ഇങ്ങനെ ഷിവർ ചെയ്യുക. അപ്പോൾ എനിക്ക് ഉള്ളിൽ എന്താ നമ്മളൊരു ഫ്രീസറിൽ വെച്ചൊരു അനുഭവമാണ് ഉള്ളിൽ, അങ്ങനെ വളരെ ശാന്തി സന്തോഷം തണുത്തൊരു ഫീലിംഗ് ആണ്. പക്ഷെ പുറത്ത് എൻ്റെ ശരീരത്തിൻ്റെ പുറത്ത് എന്താ നടക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെട്ടി വയർക്കുകയാണ്. ഞാൻ ഇരിക്കുന്ന ആ ബനിയാനൊക്കെ വിയർത്ത് കുതിർന്ന പോലെയാണ് അത് ഇതായത്. അപ്പോൾ ഈ സെപ്റ്റംബറിൽ എന്തോരം ചൂടില്ലാത്ത ഒരു ഇതാണ്,
ഒരു 7:30-8 മണി സമയമായിട്ടുള്ളൂ. സമയത്ത് വളരെ ഇപ്പം എങ്ങനെയാണ് ശാന്തമായിട്ട് നിൽക്കണേ, അതേപോലെ തന്നെ അത്രയും കൂളായിട്ടുള്ളൊരു ഒരു അന്തരീക്ഷമാണ്. ആ സമയത്താണ് ഞാൻ ഈ വിയർക്കണം. അത് ഞാൻ എനിക്ക് അപ്പം ഞാനിങ്ങനെ അപ്പം ഇതിങ്ങനെ വരണ സമയത്ത് ഞാൻ ഏകദേശം എനിക്ക് സമയം അറിയില്ല. ചിലപ്പോൾ ഒരു 3 മിനിറ്റോ അല്ലെങ്കിൽ 4 മിനിറ്റോ ഞാൻ അങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക് ആയിപ്പോയിണ്ടാവും, ആഴ്ന്നു പോയി. അതെനിക്ക് നമ്മൾ പറയില്ല, അത് ഇമ്മേഴ്സ്ഡ് ഇൻ ടു ദാറ്റ് എക്സ്പീരിയൻസ്, ദാറ്റ് എക്സ്റ്റസി എക്സ്പീരിയൻസ്. അപ്പോൾ പിന്നെ ഞാൻ നോക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ ഇവരെ നോക്കുന്നുണ്ട്. നോക്കുമ്പോൾ ഇവർക്കൊന്നും ഒരു പ്രത്യേകത തോന്നുന്നില്ല. ഇവരൊക്കെ അതാത് സ്ഥലത്തിരിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു പ്രകാശം പോലെ എൻ്റെ ചുറ്റുണ്ടോ, ഇതെന്താ ഇത്, ഞാൻ മുകളിലേക്കും ചുറ്റൊക്കെ നോക്കുന്നുണ്ട്. എനിക്കിത് പോലെ അറിയണില്ല എനിക്ക് എന്താ സംഭവിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ പെങ്ങള് കൊന്തേരെ അവസാനത്തിൽ ഒരു കൊന്ത അവസാനിക്കുന്നവരെ ഞാൻ അങ്ങനെ ഇരുന്നു. അപ്പം പെങ്ങള് ആ പാട്ട് പാടി, അഗാധത്തിൽ നിന്നു നിന്നെ വിളിക്കുന്നു ഞാൻ, ദൈവമേ എൻ പ്രാർത്ഥന കേൾക്കണമേ, പാപിയാമെൻ പ്രാർത്ഥന കേൾക്കണമേ. ഈ പാട്ടാണ് അന്ന് പെങ്ങൾ പാടി. ആ പാട്ട് ഞാനിങ്ങനെ അനുഭവിച്ച് ഞാനിങ്ങനെ പാടാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം വായലും നാവ് ഇങ്ങനെ നിറഞ്ഞ പോലെയാണ്, നീര് വെച്ച് നിറഞ്ഞ പോലെയാണ് എൻ്റെ നാവ്. എന്നാലും നമ്മായി നാവ്. അപ്പം എന്നാലും ഞാൻ പാടാനായിട്ട് നല്ല അനുഭവിച്ച് പാടാൻ ശ്രമം നടത്തുന്നുണ്ട്. അപ്പം അത് ആ പാട്ടിൽ എന്തോ ഒരു പ്രത്യേകത തോന്നിയിട്ടാന്ന് തോന്നുന്നുണ്ട്. ആ പാട്ട് കഴിഞ്ഞപ്പോൾ അപ്പൻ അവിടെ ഇരിക്കുന്നുണ്ട്. അവിടെ ഇരുന്നിട്ട് പറഞ്ഞു, ആ പാട്ട് അങ്ങനെയല്ല പാടുക, ആ പാട്ട് ഇങ്ങനെയാ പാടുക എന്ന് പറഞ്ഞിട്ട് ആൾ അങ്ങനെ ഒരു പാരഡി പോലെ ആ പാട്ട് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് പാടി. അപ്പോൾ അതിലേക്ക് എൻ്റെ ശ്രദ്ധ ഞാൻ അവിടേക്ക് പോയപ്പോൾ ഈ ഒരു അവസ്ഥ ഇങ്ങനെയാണോ എനിക്ക് ഈ നെറുകന്തലേന്ന് ഇത് തുടങ്ങിയ അതേപോലെ തന്നെ ആ അവസ്ഥ അങ്ങോട്ട് താന്ന് ആ അവസ്ഥ അങ്ങോട്ട് ഇല്ലാണ്ടായി, നോർമലായി. ഏകദേശം ഒരു 3-4 മിനിറ്റ് അല്ലെങ്കിൽ 4-5 മിനിറ്റ്, ഇനി സമയം എനിക്കറിയില്ല. പിന്നെ അതിൻ്റെ ഒപ്പം ഞാൻ അനുഭവിച്ചെന്താ വെച്ചാൽ ശരീരത്തിൽ അന്ന് 50-56 കിലോ വെയിറ്റ് ഉണ്ട് ഞാൻ. ആ ശരീരത്തിൻ്റെ വെയിറ്റ് മൊത്തം പോയി. അപ്പം ഞാനിങ്ങനെ പകച്ചിട്ട് ഈ ഇരിക്കുന്ന ആ അകത്തുനിന്ന് ഈ ഇതിൽ നിന്ന് ഇരിക്കണോടത്തുനിന്ന് ഞാൻ പൊന്തുവാവോന്ന് എനിക്ക് പേടി. അപ്പം ഞാനിങ്ങനെ തപ്പിപ്പിടിക്കുന്നുണ്ട്. കാരണം അത്ര ഞാൻ പഞ്ഞി പോലെ ആയി. വെയിറ്റ് ഒക്കെ എനിക്ക് നഷ്ടപ്പെട്ടു, വെയിറ്റ് പോയി, വെയിറ്റ് ഇല്ല. അപ്പോൾ ഈ അവസ്ഥ കഴിഞ്ഞിട്ട് ഇവരൊക്കെ പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞ് ഇവരെല്ലാവരെയും പോയി. ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്നു. അതിനുശേഷം ഞാൻ ഏകദേശം ഒരു 5-8 മാസം വളരെ സൈലൻ്റ് ആയിപ്പോയി ഞാൻ ആ ഒരു അനുഭവത്തിന് ശേഷം. ആ അനുഭവം എനിക്ക് പിന്നെ ഇത് എന്താ ഈ സംഭവിച്ചത്, എനിക്ക് കൂടുതൽ അറിയണം, എന്താണ് എനിക്ക് സംഭവിച്ചത്. അപ്പോൾ പിന്നെ ഞാൻ ജോലിക്ക് നിർത്തി, ജോലിക്ക് പോവില്ല. പിന്നെ ഞാൻ ചെയ്യണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെളുപ്പിന് 4 മണിക്ക് എനിക്ക്, അതുവരെ ഞാൻ ബൈബിൾ തൊട്ട് വായിക്കാത്ത ആളാണ്. പിന്നെ ഞാൻ ചെയ്യണം എന്താ വെച്ചാൽ ഞാൻ ഇത് അന്വേഷിച്ച് തുടങ്ങുകയാണ്. പിന്നെ ഇതെന്താണ് എനിക്ക് ഈ അനുഭവം ഉണ്ടായത്. അപ്പോൾ ഞാൻ ആരോടും പറയണില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. ഞാൻ അങ്ങനെ വളരെ സാധാരണ ജീവിതം നയിക്കുന്ന ആളല്ലേ. പണിക്ക് പോകും, വരും, ഈ ബാഗും കൊണ്ട് പോകും, ഇങ്ങനെയാണ്. അപ്പം ഞാൻ പിന്നെ എനിക്കുണ്ടായതെന്ന് വെച്ചാൽ 4 മണിക്ക് ഞാൻ എണീക്കുക, ബൈബിൾ എടുത്ത് വായിക്കാൻ തുടങ്ങി. പിന്നെ വെളുപ്പിന് എണീറ്റ് അത് കഴിഞ്ഞ് ഞാനിങ്ങനെ കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ ദിവസം ഉണ്ടാവാൻ പോണ കാര്യങ്ങൾ ഞാൻ സ്ക്രീനിൽ കാണുന്ന പോലെയാണ് കാണുന്നത്. ഒരു ദർശനത്തിൽ കണ്ണടച്ച് നമ്മൾ പ്രാർത്ഥിച്ചാൽ അപ്പോൾ കാണുന്ന കാര്യങ്ങളൊക്കെ അതിൽ 2-4 കാര്യങ്ങൾ ആ ദിവസം തന്നെ സംഭവിക്കും. അതല്ലെങ്കിൽ ആ ആഴ്ചയിൽ അല്ലെങ്കിൽ ആ മാസത്തിൽ ഇതൊക്കെ സംഭവിക്കുകയാണ്. അങ്ങനെ ഒരു അവസ്ഥ. അപ്പോൾ എനിക്ക് വല്ലാത്തൊരിത്. അപ്പോൾ പിന്നെ ഞാൻ പള്ളിയിൽ പോയി തുടങ്ങി. ഞാൻ കുർബാനയ്ക്ക് അന്ന് 6:30 കുർബാനയുണ്ട്. അപ്പോൾ ഈ 2.5 കിലോമീറ്റർ നടന്ന് ഞാൻ PG പള്ളിയിൽ കുർബാനയ്ക്ക് പോകും. നേരം വെളുത്ത് ആദ്യം എനിക്കും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ബൈബിൾ വായിച്ചാൽ കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് മുണ്ട് മാറി പള്ളിയിൽ പോവുക. അതുവരെ പള്ളിയിൽ പോകാത്ത ആളാണ്, ഞായറാഴ്ച പോലും പള്ളിയിൽ പോകാത്ത ആളാണ്. അപ്പോൾ അവിടെ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഞാൻ അവിടെയാണ് തപ്പണേ, ഞാൻ ബൈബിളിലാണ് തപ്പണത്. ഒരു ക്രിസ്ത്യ ഫാമിലിയിൽ ആയ കാരണം കൊണ്ടാണ് നമ്മൾ അങ്ങനെ നമ്മളിതൊക്കെ അന്വേഷിച്ച് നോക്കണത്. അപ്പോൾ ബൈബിൾ വായിച്ചു നോക്കി, പിന്നെ കുർബാനയ്ക്ക്. പിന്നെ ഞാൻ സൈലൻ്റ് ആണ് അതുവരെ. ഇപ്പം ഞാൻ നല്ലോണം സംസാരിക്കും, അന്ന് സംസാരിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ ഒരു അനുഭവത്തിന് ശേഷം വളരെ സൈലൻ്റായി പോയി.
ഒരു 5-8 മാസം ഞാനിങ്ങനെ പ്രാർത്ഥന ഇതാ. പിന്നെ ജോലിക്ക് പോവില്ല. ജോലിക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ല. പിന്നെ ആ പറമ്പിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അമ്മയോടും അപ്പനോടൊക്കെ കാല് പിടിച്ച് ക്ഷമ, എൻ്റെ എന്തെങ്കിലും തെറ്റ് എനിക്ക് സംഭവിച്ചാൽ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് അമ്മേരും അപ്പനും കാല് പിടിക്കല്. പറമ്പിലേക്ക് തൂമ്പയും കൊണ്ട് പറമ്പിൽ പോയിട്ട് എന്തെങ്കിലും കൊത്തി കളിക്കുക. ഇതൊക്കെ അല്ലാണ്ട് പുറത്തേക്ക് പോണ പണിയില്ല. അപ്പോൾ അവിടെ പണിയെടുക്കണ നേരത്തൊക്കെ എനിക്ക് ഒരുപാട് സൈലൻസ് കിട്ടും. അപ്പോൾ എനിക്ക് ഇതന്നെയാണ് വിചാരം, എൻ്റെ ആത്മീയ അനുഭവങ്ങൾ. പിന്നെ ചില ഈ തത്വചിന്താപരമായിട്ടുള്ള പാട്ടുകൾ. പിന്നെ എനിക്ക് പ്രകൃതിയൊക്കെ ഭയങ്കര ഇഷ്ടം. പിന്നെ ഈ അനുഭവത്തിന് ശേഷം അതുവരെയൊക്കെ എനിക്ക് നോർമലായിരുന്നു. പ്രകൃതിയോട് ഭയങ്കര ഇഷ്ടം. കാട്, വെള്ളം, ഈ വഞ്ചി യാത്ര, നദീതീരം, അവിടെ ഡാമുണ്ടല്ലോ, അപ്പോൾ ഡാമിൽ പോല്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് പ്രത്യേക ഒരു ഇത്. പിന്നെ ഈ പാട്ട്, തത്വചിന്താപരമായിട്ടുള്ള പാട്ടുകളാണ്. പിന്നെ അതുവരെ എനിക്ക് ഈ സിനിമാ പാട്ടാണ് ഇഷ്ടം. പക്ഷേ അതിനുശേഷം ഈ തത്വചിന്താപരമായിട്ടുള്ള പാട്ടുകളാണ് പിന്നീട് ഇഷ്ടം തോന്നുന്നത്. അപ്പം അങ്ങനെ നടന്നു. അപ്പോൾ ഇവരൊക്കെ പറഞ്ഞു ഇവനെന്താ പറ്റിയേ, വീട്ടുകാരും നാട്ടുകാരും പറഞ്ഞു ഇവൻ്റെ സ്ക്രൂ ലൂസായി പോയി, ഇവന് വട്ടായി, ഇവനെന്താ പറ്റിയത് ആൾക്കാർ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ചോദിച്ചതിനെ കളിയാക്കിയപ്പോൾ ഞാൻ അമ്മോട് 2-3 മാസം കഴിഞ്ഞപ്പോൾ അമ്മോട് ഞാൻ അങ്ങനെ പറഞ്ഞു. എനിക്ക് അമ്മ കുറച്ച് ഭക്തിയും കാര്യങ്ങളും പള്ളിപ്പോക്കൊക്കെ ഉള്ള ആളാണ്. അപ്പം അമ്മോട് ഞാൻ അങ്ങനെ പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, ആ മോനെ ഇതിപ്പോൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് അനുഭവം ഉണ്ടായി, അത് വിചാരിച്ചിട്ട് നീ ഇപ്പോൾ പണിക്ക് പോകേണ്ടൊക്കെ ഇരുന്ന് അങ്ങനെയാ ശരിയാവാന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ പറയുന്നുണ്ട്. അപ്പം നമുക്കിതിന് എനിക്ക് ആ ഒരു അനുഭവത്തിന് ജീവിതാവസാനം വരെ എനിക്ക് ആ ഒരു അനുഭവം വേണം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷവും സമാധാനവും ഒരു വല്ലാത്തൊരവസ്ഥയാണത്. നമുക്ക് പറയാൻ പറ്റില്ല, അതിന് വാക്കുകളില്ല. അതാണ് ആ അനുഭവം, ആ ദൈവാനുഭവം. അത് ഒരാൾക്കും പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, അത്രയും ഡീപ്പാണത്. അപ്പം പിന്നെ അയലക്കത്ത് ഒരു ആളുണ്ടായിരുന്നു, ഒരു ദേവസ്യേട്ടൻ മരത്തുമെന്ന് വീണ് വയ്യാണ്ട് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആളോടും ഞാൻ പോയിട്ട് എനിക്കിങ്ങനെ അനുഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആൾ ഈ അന്ന് വചനോത്സവമൊക്കെ ഉണ്ട്. അപ്പോൾ അത് വചനോത്സവം വായിക്കാൻ തരല്, പിന്നെ ഈ ആത്മീയ സംഭാഷണം ആളുമായിട്ട് നടത്തൽ. ആൾ ഈ നടു പൊട്ടിയിട്ട് അങ്ങനെ പിന്നെ അരയ്ക്കുന്ന കീപ്പിട്ട് ആളുടെ തളർന്ന് കെടുക്കുകയാണ്. അപ്പോൾ ആൾ നല്ല ആത്മീയമായിട്ടുള്ള നല്ല പ്രാർത്ഥനയൊക്കെയുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ ആളുടെ അഡ്വൈസ് ഇങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ എൻ്റെ അമ്മയുടെ ആങ്ങള അച്ഛനാണ് MSF സഭയിൽ. അപ്പോൾ ആള് കുറച്ച് ദിവസത്തെ അവധിക്ക് വീട്ടിൽ വന്നപ്പോൾ അമ്മ അച്ഛനോട് പറഞ്ഞു, ഇവനിപ്പോൾ ഈ 10-25-24 വയസ്സായപ്പോൾ ഇങ്ങനെ ഒരു വട്ടായോണം ഇങ്ങനെ നടക്കുന്നുണ്ട്, പള്ളിയിൽ പോകും, ഏറ്റവും ബൈബിൾ വായിക്കും, പിന്നെ ഇവന് ഓരോരോ ദർശനങ്ങൾ ഉണ്ടാവുന്നുണ്ടെന്ന് പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇവന് പിന്നെ എന്താ പറഞ്ഞത്, അപ്പോൾ അവന് അച്ഛനാവാൻ പോകണമെന്നൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് വാസ്തവം പറഞ്ഞാൽ അച്ഛനാവാൻ പോകണം എന്നുള്ളതല്ല, അതിനേക്കാൾ ഉപരി ഇതെന്താണ് എനിക്ക് ഉണ്ടായ അനുഭവം, അത് കൂടുതൽ അതിനെപ്പറ്റി അറിയാനും ആ ഒരു സത്യാന്വേഷണം അതിലേക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പിന്നെ അതിനുള്ളൊരു വഴി, നമ്മളിപ്പോൾ ഒരു ക്രിസ്ത്യ ഫാമിലിയിലാവുമ്പോൾ നമുക്ക് അതിനുള്ളൊരു വഴി പിന്നെ സെമിനാരിയെ പോവുക, പഠനങ്ങൾ നടത്തുക, അച്ഛനാവുക എന്നുള്ളതാണല്ലോ. പിന്നെ അമ്മയുടെ ആങ്ങളെ അച്ഛനാണ് താനും, വീട്ടിലൊരാൾ അച്ഛനുണ്ട്. അപ്പം അങ്ങനെ അച്ഛൻ പറഞ്ഞിട്ടാണ്, അതിനിപ്പോൾ പെങ്ങൾ പേടിക്കണ്ട, അവൻ പോയി നോക്കട്ടെ, 24 വയസ്സെന്നുള്ളതൊന്നും ഒരു ഇതൊന്നും അല്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ 15 വയസ്സ് 10ാം ക്ലാസ് കഴിയുമ്പോഴാണ് അന്ന് കുട്ടികളൊക്കെ സെമിനാരിയിൽ പോവുക. അപ്പോൾ നമ്മളുടെ 10ാം ക്ലാസ്സും കഴിഞ്ഞു, ഡിഗ്രിയും കഴിഞ്ഞു, അത് കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, അത് കഴിഞ്ഞ് ജോലിക്ക് പോണ സമയത്താണ് ഇങ്ങനെയുള്ളൊരു തോന്നലുണ്ടാവണം, ഈ ഒരു അനുഭവം ഉണ്ടാവണം. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ എന്നാൽ ശരി എന്നുള്ള രീതിയിലാണ് ഞാൻ 97 ജൂൺ മാസത്തിൽ ഞാൻ അന്ന് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തായിട്ട് ഒരു MSFS സഭയിലെ ഒരു അച്ഛൻ, ജോണി കാഞ്ഞിരം പറമ്പിൽ, അച്ഛൻ വളരെ ആത്മീയ ജീവിതമുള്ള നല്ലൊരു സ്പിരിച്വലാണ് അത്. അപ്പോൾ അങ്ങനെ ഞാൻ നൊവിഷ്യേറ്റിൽ പോയി. 2000-ലാണ് നൊവിഷ്യേറ്റിൽ, അത് മൈസൂർ സന്നിധി എന്ന് പറഞ്ഞിട്ട് അവിടെ. അപ്പോൾ ഒരു വർഷത്തെ നൊവിഷ്യേറ്റ്, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഫിലോസഫിയിലേക്ക് പോയത്. വീണ്ടും ബാംഗ്ലൂർ സുവിദ്യ എന്ന് പറഞ്ഞിട്ട് അവിടെയാണ് തത്വശാസ്ത്രം പഠിച്ചത്. അവിടെ തന്നെയാണ് BA-യും ചെയ്തത്. BA-യും ചെയ്തു, തത്വശാസ്ത്രം അവിടെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വർഷം റീജൻസി ചെയ്തു. അത് KGF എന്ന് പറഞ്ഞിട്ട് ശ്രീനിവാസ്പൂർ എന്ന് പറഞ്ഞിട്ട് സ്കൂളുണ്ടായിരുന്നു MSF സഭയ്ക്ക്. അവിടെ പോയിട്ടാണ്, അവിടെയാണ് ഒരു വർഷം റീജൻസി ചെയ്തത്. അപ്പോൾ അവിടെ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള അച്ഛനായിരുന്നു. എന്നെക്കാളും പ്രായം കുറവായിരുന്നു അച്ഛന്. അപ്പോൾ അവിടെ വൈസ് പ്രിൻസിപ്പാൾ പോലെയൊക്കെ വർക്ക് ചെയ്തു. അവിടെ പഠിപ്പിക്കാനും
സ്കൂളിൽ പഠിപ്പിക്കാനും എനിക്ക് പറ്റി. ആ ടീച്ചർമാരിനെയൊക്കെ ഓർഗനൈസ് ചെയ്ത് ആ ഹൗസിലെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ ഒരുപാട് പാരൻസൊക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ റീജൻസി കഴിഞ്ഞിട്ട് പിന്നെ തിയോളഗേറ്റിലേക്ക് പോയി. അത് വീണ്ടും ബാംഗ്ലൂർക്ക് തിരിച്ചു വന്നു. മല്ലേശ്വരം എന്ന് പറഞ്ഞ അവിടത്തായിരുന്നു ഞങ്ങളുടെ, വിനിയാലയ എന്ന് പറഞ്ഞ അവിടത്തായിരുന്നു തിയോളഗേറ്റ്. അപ്പോൾ തിയോളഗേറ്റിൽ ഒരു 2-3 കൊല്ലം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ബ്രേക്ക് എടുക്കേണ്ടി വന്നു. അപ്പോൾ ആ ബ്രേക്കിൻ്റെ സമയത്ത് ഒരു ബ്രേക്ക് എടുത്തിട്ട് ഞാൻ പിന്നെ ബ്രേക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ഒരു സാഹചര്യം ഉണ്ടായി. നമ്മുടെ ടെമ്പറമെൻറ്റ് അപ്പോൾ അത് ആയിട്ട് സംബന്ധിച്ച ആ ഒരു സാഹചര്യം വന്നപ്പോൾ ഞാനൊരു ബ്രേക്ക് എടുത്ത് പാവപ്പെട്ടവർക്കുള്ള സേവനത്തിന് പോയി. 1 വർഷം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ചെന്നായപ്പാറ എന്ന് പറഞ്ഞ സ്ഥലം, തൃശ്ശൂർ ചെന്നായപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ആകാശപ്പറവകൾ എന്ന് പറഞ്ഞിട്ട് ജോർജ് കുറ്റിക്കലച്ചനും ജോർജ് കണ്ണമ്പ്ലാക്കലൊക്കെ നടത്തുന്ന ഒരു സ്ഥാപനം. അവിടെ ഒരു 350ഓളം അന്തേവാസികളുണ്ടാവും. മാതാപിതാക്കളില്ലാത്ത കുട്ടികളില്ലാത്ത കുട്ടികളെ മക്കൾ ഉപേക്ഷിച്ച മാതാപിതാക്കൾ ഉപേക്ഷിച്ച മക്കൾ, മാനസികമായ രോഗം വയ്യായുള്ളവർ, വൃദ്ധരായിട്ടുള്ള ആൾക്കാർ, ഉപേക്ഷിക്കപ്പെടും, അങ്ങനെ അനാഥർ, രോഗികൾ, എല്ലാവരും, അങ്ങനെ 350 ആൾക്കാരെ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവർക്ക് ഭക്ഷണം കൊടുക്കാനും അവരെ കുളിപ്പിക്കാനും നഖം വെട്ടുക, മുടി വെട്ടുക, അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക. അവിടെ കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. ആ കുട്ടികളെ ജീപ്പിൽ സ്കൂളിൽ കൊണ്ടുവരിക. അങ്ങനെയുള്ള എനിക്ക് ഏറ്റവും എൻ്റെ ജീവിതത്തിൽ, സന്യാസി ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വർഷമായിരുന്നു അത്. അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അത് അന്ന് ജോർജ് കണ്ണമ്പ്ലാക്കൽ അച്ഛനാണ് അവിടെ ഡയറക്ടറായിരുന്നത്. അവിടെ മദർ തെരേസ വന്നിട്ടൊക്കെ ഇനാഗ്രേഷൻ നടന്ന സ്ഥാപനമാണത്. അപ്പോൾ അവിടെ അങ്ങനെ 1 വർഷം. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഞാൻ എൻ്റെ തിയോളഗേറ്റ്, അപ്പോഴേക്കും മിഷൻ ഓറിയൻറ്റഡ് തിയോളഗേറ്റ് MSF സഭ ബാംഗ്ലൂർ തുടങ്ങിയായിരുന്നു, തേജസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടേക്ക് അതിൻ്റെ പണി നടക്കുന്ന സമയമാണ്. അപ്പം ഞാൻ ചെന്നപ്പോൾ പിന്നെ തിയോളഗേറ്റ് അപ്പോഴേക്കും വിനയാലയിൽ നിന്ന് സുധീർ വനയിലേക്ക് മാറ്റി. പണ്ടുണ്ടായിരുന്ന സെമിനാരി ഇല്ലേ, മൈനർ സെമിനാരി, അതൊരു താൽക്കാലിക തിയോളഗേറ്റ് പോലെയാക്കി. അപ്പോൾ ഞങ്ങൾ എൻ്റെ പണ്ടത്തെ ബാച്ച് അവിടെ ഉണ്ടായിരുന്നു. ആ ബാച്ചിൻ്റെ ഒപ്പം ചേർന്ന് അവിടെ കുറച്ച് മാസങ്ങൾ അവിടെ നിന്നിട്ട് പിന്നെ അപ്പോഴേക്കും ആ തിയോളഗേറ്റ്, പുതിയ തിയോളഗേറ്റ്, മിഷൻ ഓറിയൻറ്റഡ് തിയോളഗേറ്റിൻ്റെ പണി പൂർത്തിയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ബാച്ച് മൊത്തം അവിടേക്ക് പോയി. അത് കെങ്കേരി എന്ന് പറഞ്ഞ സ്ഥലമാണ് ബാംഗ്ലൂർ. അവിടെ എൻ്റെ ഡയക്കനേറ്റും ഇതൊക്കെ അവിടെയാണ് നടന്നത്, തേജസ്സിൽ. അത് നടന്ന് 2000 ഡയക്കനേറ്റൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ 2-3 സ്ഥലത്തൊക്കെ ഇടവുകളിലൊക്കെ എൻ്റെ ഒരു സർവീസിനൊക്കെ വേണ്ടി, ഒരു പരിചയത്തിനൊക്കെ വേണ്ടി ഞാൻ പോയായിരുന്നു. ഓരോ മാസം 2 മാസമൊക്കെ വേണ്ടി ഡയക്കനേറ്റ് കഴിഞ്ഞിട്ട്, പട്ടത്തിന് മുമ്പ് നമുക്കൊരു ഓരോ ഇതിന് വേണ്ടി, എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് 2008 എൻ്റെ ഓർഡിനേഷൻ, ഡിസംബർ 26-ാം തീയതി. അത് പീച്ചി ലൂർദ് മാതാപള്ളിയിൽ വെച്ചിട്ടായിരുന്നു ഓർഡിനേഷൻ. 2000-ഓളം ആളുകൾ വന്നായിരുന്നു. വൈദികര്, സന്യസ്തര്, അതുപോലെ ഇടവക ആളുകൾ, നമ്മുടെ ജീവിതത്തിൽ ടീച്ചർമാർ. നമ്മളുടെ 10-35, അപ്പോഴേക്കും എത്ര വർഷമായി? 24-ാമത്തെ വർഷത്തിലാണ്, 24 വയസ്സുള്ളപ്പോഴാണ് സെമിനാരി പോയി അച്ഛനാ പോയത്. അപ്പോൾ 10-11 വർഷം, 1 വർഷമായാലേ എനിക്ക് അളവ് കിട്ടി. ആ അളവ് കിട്ടിയ വർഷം പിന്നെ അവിടെ പോയില്ലോ. 10-12 വർഷം. അപ്പോൾ 24-ഉം 26, 10-ഉം 36 അല്ലേ? 10-36 വയസ്സായി ഓർഡിനേഷനാവും. 35-36 വയസ്സിലാണ് ഈ ഓർഡിനേഷൻ, 2008-ൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ 1 വർഷം ഞാൻ അസിസ്റ്റന്റ് പാരിഷ് പ്രീസ്റ്റായിട്ട് ഇവിടെ പുത്തൻപിടിയ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ ഒരു ഡയസിഷൻ പാരിഷാണ്, അവിടെ 1 വർഷം അസിസ്റ്റന്റ് പാരിഷ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ധ്യാന കേന്ദ്രത്തിൽ, MSF ഞങ്ങളുടെ തന്നെ സഭയുടെ ധ്യാന കേന്ദ്രത്തിൽ അവിടെ 1 വർഷം സേവനം ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ണൂർ ലാറ്റിൻ പാരിഷിൽ ഒരു 4 കൊല്ലം പാരിഷ് പ്രീസ്റ്റായിട്ട്